വാപ്പ സംസാരിക്കുമ്പോൾ മക്കൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് മര്യാദകേടാണ്. ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് അനുസരണക്കേടാണ്. കൂട്ടുകാരനാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ശ്രദ്ധിക്കാതിരുന്നാൽ അത് അവഗണനയാണ്. യഥാർത്ഥത്തിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ്. സൃഷ്ടികളായ മനുഷ്യരുടെ വിഷയത്തിൽ ഇത്രമാത്രം പ്രാധാന്യം കേൾവിക്കുണ്ടെങ്കിൽ സംസാരിക്കുന്നവൻ അള്ളാഹുവാണെങ്കിലോ? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു സംസാരിക്കുന്നത് ഒരിക്കലും ഒരു സമൂഹത്തോടോ ഒരു ക്രൗഡിനോടോ അല്ല, മറിച്ച് ഞാനും നിങ്ങളുമാകുന്ന ഓരോ വ്യക്തികളോടുമാണ്. നമ്മളിൽ എത്ര ആളുകൾ യാത്രാവേളകളിൽ വിശുദ്ധ ഖുർആൻ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാക്കി പ്ലേ ചെയ്യിപ്പിച്ചിട്ട് വാഹനത്തിലുള്ള മറ്റാളുകളുമായോ അതല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ നാം സംഭാഷണം നടത്തുകയും അള്ളാഹുവിന്റെ സംഭാഷണത്തെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ? അത് വിശുദ്ധ ഖുർആനിനോടുള്ള അനാദരവാണ്. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണേ. വഅൻസിതു, നിങ്ങൾ പരിപൂർണമായും മൗനം അവലംബിക്കണേ. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടാൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സമയത്ത് ഖുർആനായിരിക്കണം ഏറ്റവും പ്രാധാന്യം. ബാക്കി എല്ലാ വിഷയങ്ങളും നാം അവിടെ അവസാനിപ്പിക്കണം. മറിച്ച് വിശുദ്ധ ഖുർആൻ ഒരിക്കലും നമ്മുടെ ടൈം പാസിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാക്കി മാറ്റരുത്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയാൽ നീ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതേസമയം അള്ളാഹു നിന്നോട് സംസാരിക്കണമെന്ന് എപ്പോഴെങ്കിലും നീ ആഗ്രഹിച്ചാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. കാരണം അള്ളാഹു സംസാരിക്കുന്നത് എന്നോടും നിങ്ങളോടുമാണ്. അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് വിശ്വാസിയായ നമ്മുടെ ബാധ്യതയാണ്.